പിന്നെ എന്നാ ചെറുക്കനാ താനൊക്കെ അവിടെ തൊപ്പിയും വെച്ചോണ്ടിരിക്കുന്നത്? അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. മിസ്സിംഗ് ആയിരിക്കുന്നത് കണ്ണി കണ്ട ആപ്പ് വെപ്പൊന്നും അല്ല. സർക്കിൾ ഇൻസ്പെക്ടർ അലക്സ് അബ്രാമിന്റെ അമ്മായിപ്പനാ. വിത്തിൻ നോ ടൈം ആളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഏതു പാതാളത്തിൽ പോയി അന്വേഷിക്കാനാ? കർത്താവേ രക്ഷിക്കണേ. അമ്മച്ചി വിഷമിക്കാതെ, അപ്പച്ചൻ വരും. എന്താ ഈ ചായ? വല്ല വിവരം കിട്ടിയോ? കേരളത്തിൽ ഇനി അന്വേഷിക്കാൻ ഒരിടവും ബാക്കിയില്ല. പതിവില്ലാതെ എന്നോടൊപ്പം പള്ളിയിലോട്ട് പോകുന്നത് ഇതിനായിരുന്നു കർത്താവേ. അമ്മച്ചി ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ടാ അപ്പച്ചനിങ്ങ് വരും. ഞാൻ എന്നാ പണിയാ കാണിച്ചേ? അപ്പച്ചനോട് അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ. അല്ല അമ്മച്ചി ഇത് എന്നാ ഇരിപ്പാ? ഒന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യാതെ. സൂസി ചെല, നിങ്ങൾ പോലും കഴിക്കേ. എനിക്ക് വിശപ്പില്ല. എല്ലാരും കൂടി ഇങ്ങനെ തുടങ്ങിയാ പിന്നെ ഞാൻ എന്നാ ചെയ്യൂ എന്റെ കർത്താവേ? കർത്താവേ എത്തിയോ? ഒന്നും പറയണ്ട മക്കളെ. സൂസി കൊച്ചേ ഒരു തോർത്തിങ്ങെടുത്തേ. എന്നാ മഴയാ. ഇനിയും താമസ ഇവിടെ ഒരാള് ചങ്ക് പൊട്ടി ചാവുമെന്നറിയാവുന്നോണ്ട് തോരാൻ നിന്നില്ല, ഇറങ്ങി നടന്നു. പേടിച്ചു പോയാടാ മക്കളെ. ഇതെന്നാ പോക്കായി പോയി? ഒരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞിട്ട് പോകാൻ ഒരു മടി. ഒന്ന് വേളാങ്കണ്ണി വരെ പോയി മാതാവിന്റെ മുമ്പിൽ എല്ലാം ഏറ്റു പറഞ്ഞ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അലക്സേ, അപ്പച്ചനെ കാണാൻ നീ അങ്ങ് വിഷമിച്ചു പോയി അല്ലേ? അല്ലേലോ അപ്പച്ചന് എന്നാ പണിയാ കാണിച്ചേ? ഒന്ന് പറഞ്ഞിട്ട് പോരുന്നില്ലേ? മനുഷ്യൻ ഇവിടെ തീ തിന്നായിരുന്നു. സാരമില്ലടാ മരുമോനെ. അപ്പച്ചന് വേണ്ടി മക്കളെ തീ തിന്നെങ്കിലും ഞാൻ എത്തിയല്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞപ്പോ മനസ്സിൽ ഇച്ചിരി ആശ്വാസം. ഇപ്പൊ എല്ലാവർക്കും സമാധാനമല്ലോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങാം. അതെന്നാ പോക്കാ? പലതും കഴിച്ചിട്ട് പോടാ. അല്ല, പോയിട്ട് കുറച്ച് ജോലിയുണ്ട്. കൊടുത്ത മെസ്സേജ് ഒക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യണം. ആലീസേ, വല്ലാത്തൊരു പരവേശം. കുടിക്കാൻ ചൂടുള്ളതല്ലോണെങ്കിൽ എടുത്തേ. സൂസിക്കൊച്ചേ, എന്താ പച്ച? നീ എന്റെ മോളാ. കൂടപ്പറപ്പിനെ തിരിച്ചറിഞ്ഞ അപ്പച്ചന്റെ പൊന്നു മോള്. ഭാസ്കരേട്ടാ, ഇതാണ് ഈ പൊട്ടന് ലോട്ടറി അടിക്കാന്ന് പറയണത്. മരുമോന്റെ വക 10 ലക്ഷം രൂപയും അമ്മായിപ്പന്റെ വക മോനേന്നൊരു വിളിയും. സന്തോഷം കൊടുക്കുമ്പോഴും സങ്കടം കൊടുക്കുമ്പോഴും കൈ നിറയെ കൊടുക്കും പടച്ചാമ്പരാൻ. അത് മൂപ്പരുടെ ഒരു സ്റ്റൈലാ. അതല്ലെങ്കിൽ ഈ ദിവസം തന്നെ നിന്റെ പൈതല് സൂക്കേട് മാറി വീട്ടിലേക്ക് വരുന്ന വിവരം കുമാരൻ വിളിച്ചു പറയുമായിരുന്നോ? ഭാസ്കരേട്ടാ, സ്വബോധമുള്ള എന്റെ പൈതലിനെ അല്ല എന്റെ ഉമ്മാനെ ഒരു നോക്ക് കാണണം എനിക്ക്. ഇത്രയും കാലം ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ടുവരുന്നൊരു സ്വപ്ന. ഒന്നും മിണ്ടാനും പറയാനും പറ്റില്ലെങ്കിലും കണ്ണ് നിറയൊന്ന് കാണണം എനിക്ക്. അതെന്റെ ഒരു ആഗ്രഹ. ഹംസേ, നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ഇടവഴിയിൽ ആദ്യം ഇരുട്ട് വീഴണമെന്ന് നമുക്ക് നന്നായിട്ട് അറിയുന്നല്ലേ. അതുകൊണ്ട് അക്കാര്യം ഞാൻ ഏറ്റ്. നീ വിഷമിക്കണ്ട. ഹലോ, ഇനിയും വെച്ച് താമസിപ്പിക്കണോ? വേണ്ട, പള്ളിയിൽ നിന്ന് മുഖരും കൂടി കൊണ്ട് വന്നോട്ടെ. وجعلنا من بين أيديهم سدا ومن
سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا യോഗം എല്ലാം എന്താ പറയാ? എന്നാലും ആത്മഹത്യ ചെയ്യാൻ എന്താ ഉണ്ടായ? ഭ്രാന്ത് മാറിയപ്പോ ഓക്ക് തോന്നിയിട്ടുണ്ടാവും. വിഷം ഉള്ളിച്ചെന്നുള്ള മരണമായതുകൊണ്ട് അധിക നേരം വെച്ചോണ്ടിരിക്കുന്നത് ശരിയാണോ? ഇനിയിപ്പോ കാര്യമായിട്ടാരും വരാനില്ലല്ലോ. കുറച്ചു നേരം കൂടി കഴിഞ്ഞിട്ട് പോരെ? ബന്ധുക്കൾ ആരെങ്കിലും അല്ല പുറത്തുനിന്ന് ആരെങ്കിലും. ഇനിയിപ്പോ ആര് വരാനാ? എന്റെ അറിവിൽ ആരുമില്ല. ഭാസ്കരേട്ട, അവൻ വരില്ലേ? ചങ്കില് ജീവനുണ്ടെങ്കിൽ എത്തുമെന്ന് അവൻ എന്നോട് പറഞ്ഞത്. ഈശ്വര, അവസാനമായിട്ട് ഉമ്മയുടെ മുഖം ഒന്ന് കാണാനെങ്കിലും. ഭാസ്കരേട്ടാ, വേണ്ടതെല്ലാം ഇതിനകം ഏർപ്പാടാക്കിയിട്ടുണ്ടാവുമല്ലോ. അതെ, കരയണ്ട, സാരില്ല, അടുത്തിട്ടുണ്ടാവുന്നത്. എന്നാലും ഇതൊക്കെ കാണാൻ പറ്റില്ലല്ലോ എനിക്ക്. എന്താടാ ഇത്? പോയില്ലേ ഭാസ്കരേട്ടാ, എല്ലാം പോയില്ലേ. എങ്ങനെ പോറ്റിയതാ ഞാൻ അതിനെ. എന്നിട്ടിപ്പോ നിങ്ങളെല്ലാരും ഉണ്ടായിട്ടും പോയില്ലേ. എന്തിനാടാ കുമാര എന്റെ പൈതൽ അത് ചെയ്തത്? ചെയ്യും, എനിക്കറിയാം. അതുകൊണ്ടാ ഇക്കാലം വരെ ഞാൻ അതിനെ ചികിത്സിക്കാതിരുന്നത്. സ്വബോധം വന്നപ്പോ മനസ്സിലായിട്ടുണ്ടാവും അതെന്റെ ജീവിതം വെറുതെ ആയിപ്പോയിന്ന്. വേററ്റുപോയി, ഹംസന്റെ വേററ്റുപോയി ഭാസ്കരേട്ടാ. കരയല്ലേ ഹംസ?
கண்ணபாய் எங்கே? இவனா? Come on, tell me. சார் நான் எனக்கு ஒண்ணுமே தெரியாது. தப்பா நினைச்சிடாதீங்க. என்ன கொண்டுடாதீங்க ப்ளீஸ் ப்ளீஸ் சார். കഥ അറിയാതെ ആട്ടം കാണുന്നവൻ ക്വൈറ്റ് നാച്ചുറൽ. ഞാൻ മാത്രം വിട്ടി, പമ്പര വിട്ടി. ബട്ട് പാവവുമാ. മുഴുഭ്രാന്തിന്റെ ചങ്ങലയിൽ നിന്നും ജീവിതത്തിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ച വെക്കാൻ തുടങ്ങുമ്പോ പെരുന്നാളിന്റെ അകമ്പടിയില്ലാതെ ഒരു പൊതി കോഴി ബിരിയാണി, അതിലൊരു നുള്ളു വിഷം. മകൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയം ദൂരീകരിക്കാൻ ഇത്രയൊക്കെ മതി ഈ അലക്സിന്. കർത്താവേ, ഈ പാപിയോട് പൊറുക്കണമേ. Don't play with me. കണ്ണ വന്നിട്ട് ഇവിടെ മിണ്ടാതിരിക്ക. എന്താ മുഖം വല്ലാതിരിക്കുന്നത്? എന്താ നിനക്ക് പറ്റേ? ഒന്നുമില്ല, നല്ല വിശപ്പ്, അതുകൊണ്ടാ. ഹാവൂ, അത്രേ ഉള്ളൂ. നല്ല കരിമീൻ വറുത്തതും ചോറും ഉണ്ട്. വാ, അമ്മ വിളമ്പിത്തരാം. കഴിക്ക്. ഇത് മുഴുവൻ കഴിച്ചിട്ട് ഇവിടുന്ന് എണീറ്റാ മതി അമ്മയുടെ മോൻ. എത്ര കാലായി അമ്മയുടെ കൈകൊണ്ടിങ്ങനെ വിളമ്പി തന്നിട്ട്. കഴിക്കും മോനെ, വയറ് നിറയോളം കഴിക്കൂ. എനിക്കൊരു ഉള്ള വാങ്ങി തരോ? ഇല്ല, ഇനി മുഖത്ത് നോക്കി കള്ളം പറയാൻ എനിക്ക് വയ്യ. കണ്ണ, അല്ല, ഞാൻ കണ്ണനല്ല. കണ്ണനെ കൊന്നവനാ. എന്റെ ഈ കൈ കൊണ്ടാ അവൻ. സത്യ. ഇത്രയും കാലം കോമാളിയായി ജീവിച്ച എനിക്ക് ഈ അമ്മയെ കൂടി ഒരു കോമാളിയാക്കാൻ വയ്യ. ഞാൻ കണ്ണനല്ല, ഞാൻ അമ്മയുടെ മോനല്ല. ഒന്നും അറിഞ്ഞോണ്ടല്ല, അറിയാതെ പറ്റിപ്പോയതാ. തെറ്റാ ഞാൻ ചെയ്തത്. എന്നോട് പൊറുക്കണം. തുടരുതന്നെ. അമ്മേ, ഞാൻ അമ്മയോ? ആരുടെ? എന്റെ മകനെ കൊന്നിട്ട് അവര് പകരക്കാരനായി കയറി വന്ന് എന്നെ വഞ്ചിച്ച നിനക്ക് ഞാൻ അമ്മയോ? എന്തിനാണ് ഇത് ചെയ്തത്? നിന്റെ കൂടെ പറഞ്ഞില്ലടാ അവൻ. എന്നിട്ടും ഞാനല്ല, അവനെന്നെ. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഇത്രയും കാലം എന്റെ മകന് വേണ്ടി ഞാൻ ഒഴുക്കിയ കണ്ണീരിന് പകരാവില്ലടാ നീ പറയുന്ന ഒന്നും. ഇറങ്ങിപ്പോ ഇവിടുന്ന്. എനിക്ക് കാണണ്ട നിന്നെ. ഞാനൊന്ന് പറയട്ടെ, അറിഞ്ഞോണ്ട്. ഇറങ്ങിപ്പോയാ പറഞ്ഞത്. ശപിക്കപ്പെട്ടവനാ നീ. ഒരിക്കലും കൂടെ പിടിക്കില്ല. പോകാനാ പറഞ്ഞത്. അമ്മേ, दिन रात का राजा, ദിനരാത്രങ്ങളുടെ രാജകുമാരൻ കണ്ണൻ ഭായ്. ഉസ്കി മൗത്ത്, അതെനിക്ക് ആഘോഷിക്കണം. ഐ നോ. അതുകൊണ്ട് തന്നെയാണ് അധോലോകത്തിലെ ഈ പുതിയ നായകനെ തന്നെ ഞാൻ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തിയത്. ബട്ട് വൺ തിങ്, അവന്റെ മരണം അത്ര നിസ്സാരമല്ലത്. നിങ്ങൾക്ക് ആർക്കും അറിയാത്തൊരു കണ്ണൻ ഭായിയെ എനിക്കറിയാം. ഒരു മരണം കൊണ്ട് തീരില്ല അവന്റെ ജന്മം. നിങ്ങൾക്ക് വേണ്ടത് കണ്ണൻ ഭായിയെ. അറ്റ് എനി റിസ്ക് അവനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കും. പക്ഷേ എനിക്ക് വേണ്ടത് അച്ചങ്കണ്ടൻ തൊമ്മിച്ചനെ. ആ മഹത്തായ കർമ്മം അതിന്റെ സകല ആഡംബരങ്ങളോടും കൂടി നിങ്ങൾ എനിക്ക് നിർവഹിച്ചു തരണം. ഐ വിൽ ഡു ഇറ്റ് ഫോർ യു. നോ, നമുക്ക് വേണ്ടി. ഹേ ഭഗവാൻ,
क्यों मुझसे बार बार तेरा काम करवाते हो? എന്നെ നാടാൻ വരുമോനെ ഈ പാതിരാത്രിക്ക് അപ്പച്ചൻ ഐസിംഗ് കമ്പനിയില്. അല്ല, നീയുമായിട്ട് കൊണാപ്പിച്ചോണ്ടിരിക്കുന്ന ഈ രോമൻ ചപ്പിച്ച കറുവയുടെ മക്കളൊക്കെ ആരാ? ഏതമ്മയെ കെട്ടിയവനെ കഴിവേറ്റുന്ന കാര്യം ആടാ നീയുമായിട്ട് കൃപാണിച്ചോണ്ടിരുന്നേ? അത് ശരി, അപ്പച്ചൻ നൈറ്റ് പെട്രോളിംഗ് ഇറങ്ങിയാണല്ലേ? അത് തന്നെയാ. എന്റെ വിഹിതം പറ്റി പൊക്കവും മണ്ണും വെച്ച നീ എന്റെ തല കൊയ്ത് മണ്ണിട്ട് മൂടാൻ തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട അന്ന് തുടങ്ങിയ പണിയായത് നൈറ്റ് പെട്രോളിംഗ്. അതുകൊണ്ട് പറഞ്ഞിട്ട് പോയാ മതി, അല്ലെങ്കിൽ ഓരവന് ഒരടി മുന്നോട്ട് വെക്കുകയില്ല. അപ്പോ തീരുമാനിച്ചിറങ്ങിയതാണല്ലേ? എങ്കിൽ പറയാം, ഒന്ന് വേളാങ്കണ്ണി വരെ പോകാന്ന് വിചാരിച്ചു. മാതാവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ. എന്താ പോരുന്നു? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ചങ്ങ് കുമ്പസാരിക്കാൻ. മകനെ മരുമകനെ തൊമ്മിച്ചൻ കുമ്പസാരിച്ചതാ. ആദ്യമായിട്ടും അവസാനായിട്ടും മനസ്സറിഞ്ഞ് കുമ്പസാരിച്ചതാ. മാതാവിന്റെ മുമ്പിലല്ല, എന്റെ മകന്റെ മുമ്പില്. ഇനിയുള്ള കാലം ഈ തൊമ്മിച്ചന്റെ ജീവിതം അവനോട് ചെയ്തു പോയ തെറ്റുള്ള പ്രായച്ചിത്തമാ. അതിനിടയ്ക്ക് കണ്ട വരത്തന്മാരെയും കൂട്ടി അവനിട്ട് കൃപാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അത് നടക്കുകയല്ല. മതി, ഈ തിരുവായിൽ നിന്നും ഇത്രയൊക്കെ മൊഴിഞ്ഞ് കേട്ടാ മതി. പക്ഷേ ഒരല്പം താമസിച്ചു പോയി. അതല്ലെങ്കിൽ ആ മേത്തച്ചി തള്ളക്ക് ഇത്ര പെട്ടെന്ന് ചത്തു മലക്കേണ്ടി വരില്ലായിരുന്നു. ആ എന്നാ മനസ്സിലായില്ലേ? കൊന്നു തള്ളിയത് ഞാൻ. ഞാൻ ചെയ്തു പോയ തെറ്റിന് ഒരു ജീവിതകാലം മുഴുവൻ നരകിച്ച ആ പാവത്തിനെ നീ കൊന്നു തള്ളിയില്ലടാ. തൊമ്മിച്ചൻ എന്നും കണക്ക് തീർത്തത് ഒറ്റയ്ക്കാ. വാക്കുകൊണ്ട് ഒതുങ്ങാത്തത് തോക്കുകൊണ്ട് ഒതുക്കും ഞാൻ. മനസ്സിലായോടാ? വേണ്ട, പക്ഷേ ഈ കണക്ക് ഞാൻ ബാക്കി വെക്കുക എന്റെ മകൾക്ക് വേണ്ടി. ഇനി ഒരനക്കം തെറ്റിയ പിന്നെ നീ ഉണ്ടാകുകയല്ല. ഈ പറയുന്ന അച്ഛൻ കണ്ട തൊമ്മിച്ചനല്ല, കുപ്പിക്കണ്ട ഹംസയുടെ അപ്പന കൃപാണം. എന്തെല്ലാം Poor old man. No. പോക്കിരി കിളവൻ. கோடிகள் கோடானு கோடிகள். இந்த வயசான காலத்துல உனக்கு எதுக்கியா இவ்வளவு பணம்? நீ செத்தா உன் பணத்தோட சேர்த்து இந்த பணத்தையும் புதைக்க போறியா? இல்ல தேவலோகத்துக்கு போய் அங்க தேவதைங்களுக்கு இந்த பணத்தை லஞ்சமா கொடுக்க போறியா? മുട്ടാൾത്തനமான കാര്യത്തെ എതേയും പണിടാതെ തൊമ്മിച്ചാ. അതുകൊണ്ട് ദയവായി പറയുന്ന അനുസരിക്ക് ഒരൊപ്പ്, ഒരേ ഒരൊപ്പ് പ്ലീസ്. പോട മാട്ടിയാ? വേണ്ട, എന്റെ അപ്പച്ചനോട് ഞാൻ സംസാരിച്ചോളാം. എന്നതാ അപ്പച്ച ഇത്? ഒരുമാതിരി കൊച്ചു കുട്ടികളെ പോലെ.
ഇത്രയൊക്കെ എത്തിയ സ്ഥിതിക്ക് എന്തിനായി പിടിവാശി? കൃപാണം എന്നല്ലേ അപ്പച്ച? അല്ലേലും പുറത്തുള്ളവരൊന്നും അല്ലല്ലോ, മരുമോനല്ലേ, മറ്റൊന്നും കൊണ്ടല്ല. അപ്പനും മോനും ചേർന്ന് ഭരണം ഏറ്റെടുത്താ പിന്നെ ഈ ഉള്ളവൻ വെറും കറിവേപ്പിലയായി പോവും. അതുകൊണ്ട് പറയാ, ദാ ഇതിലൊന്ന് ഒപ്പിട്ടെ. ഇനിയും കൈ മെനക്കെടുത്തിയ ചിലപ്പോ ഈ അപ്പച്ചന് ഇല്ലാതായി പോവും. ഞാൻ കാല് പിടിച്ച് അപേക്ഷിക്കാം, ഒരൊപ്പിടപ്പച്ച. അപ്പന്റെ അന്ത്യകൂദാശിക്ക് മകൻ കൃത്യസമയത്ത് തന്നെ എത്തിയതിൽ സന്തോഷം. ഇനി രണ്ടും ഒരുമിച്ച് തന്നെ ആവാം. എനിക്ക് നഷ്ടപ്പെട്ട കോടികൾക്ക് പകരം എന്നെ കോടിമുണ്ട് പുതപ്പിക്കുമെന്ന് പറഞ്ഞു നീ. അതുകൊണ്ട് വന്നു കോടിമുണ്ട് പുതപ്പിക്കാൻ ഈ കണ്ണൻ ഭായിയെ.
ഒതുങ്ങി കഴിയാൻ പലവട്ടം നിന്നോട് ഞാൻ പറഞ്ഞതാ. എന്നിട്ട് അവസാനം എന്നോടുള്ള കണക്ക് തീർക്കാൻ ഒരു തെറ്റും ചെയ്യാത്ത പാവത്തിന് എന്റെ പൈതലിന് മരണ എരന്ന് വാങ്ങൂലടാ നായ. തിരിച്ചറിവില്ലാത്ത പ്രായത്തില് തുമ്മാക്ക് വേണ്ടി ഒരിക്കൽ നീ പണി ചെയ്തവനാ, അറവുകാരൻ സൈതാനി. എന്നാലും അപ്പച്ചൻ 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 ജീവിച്ചു തീർന്നടാ മക്കളെ. നീ അതല്ല, മരിച്ചു മണ്ണടിഞ്ഞു പോയിട്ടും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് ഇവിടെ, നിന്നെ സ്നേഹിക്കുന്നവര്. ജീവിക്ക്, തന്തയില്ലാത്തവനായിട്ടല്ല, അച്ഛൻ കണ്ണും നൊമ്മിച്ചെന്റെ മകനായിട്ടും. ഇത്രയും കാലം ഈ നെട്ടോട്ടോടിയതൊക്കെ മൂപ്പരുടെ മുമ്പിലൊന്ന് ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴും ജയിച്ചത് മൂപ്പരന്റെ. വെറുതെ ഇട്ടിരിക്കുക. ഒരു ജാതി ഷോല്ല പാത്രച്ചോ.